ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹറക്കാത്ത് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മുടെ ഹാദിമോൻ്റെ ബർത്ത്ഡേ ആണ്. ഹി വാസ് 13 years old. മാഷാ അല്ലാ, എത്ര പെട്ടെന്നാണ് ഓരോ സമയവും കടന്നു പോകുന്നത്. ബർത്ത്ഡേയിൽ ലഞ്ചിന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബർത്ത്ഡേ ദിവസം 2 ആൾക്ക് ബിരിയാണി ഫ്രീ ആണ്. അതായത് ബർത്ത്ഡേ ദിവസം എമിറേറ്റ്സ് ഐഡി കാണിച്ചു കൊടുത്താൽ നമുക്ക് 2 ആൾക്കുള്ള ബിരിയാണി ഫ്രീ ആയിട്ട് കിട്ടും. ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഓഫർ. അടിപൊളി ഫുഡായിരുന്നു. ലഞ്ചിന് മാത്രമല്ല, നൈറ്റിലാണ് വരുന്നതെങ്കിൽ ഒരു ഫുൾ ചിക്കനാണ് ഫ്രീ ആയിട്ട് കിട്ടുക. ഈ ഓഫർ എത്ര പീരീഡാണെന്ന് അറിയില്ല. ഞങ്ങൾ മെയ് 25-ാണ് പോയിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ വില്ലക്കടുത്തുള്ള പാർക്കിലേക്കാണ്. അവിടെ അവൻ്റെ സ്കൂൾ ഫ്രണ്ട്സും മദ്രസ ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട്. അവരൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റിഹാന്, അവൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്. മറ്റുള്ള അസീലും റൈഹാനും അസീലിൻ്റെ ബ്രദറും കൂടിയുണ്ട്. ഏകദേശം 4 പേർ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും നമ്മുടെ ഹാദിമോന് ഒരുപാട് സന്തോഷമായി. UAE അവന് ഒരുപാട് ഫ്രണ്ട്സുണ്ട്. സ്കൂളിലും മദ്രസയിലും കളിക്കാൻ പോകുന്ന 2 പാർക്കുകളിലും അടക്കം ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് ഇവിടെ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഹാദിക്ക് അവർ ഗിഫ്റ്റ് കൊടുത്തു. കിട്ടിയ ഗിഫ്റ്റ്സൊക്കെ അവൻ അവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഇഷ്ടപ്പെട്ട ഐറ്റംസ് തന്നെയാണ് അവന് കിട്ടിയിരുന്നതും. അവന് വാങ്ങണമെന്ന് ആഗ്രഹിച്ച 2 കാര്യങ്ങളായിരുന്നു: കൺട്രോളർ, ഗെയിം പാഡും പിന്നെ ഹെഡ്സെറ്റും. ഞങ്ങൾ നാട്ടിൽ പോകുന്നത് കൊണ്ട് ഒരു സ്മോൾ സെലിബ്രേഷൻ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി നടത്തിയതാണിത്. നാട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ എന്നത്തെയും പോലെ വിസിറ്റിങ്ങിനല്ല, ഇനി കുറച്ച് അവിടെ സെറ്റിലാവാമെന്ന് കരുതിയാണ് പോകുന്നത്. അപ്പോൾ ഇനി സ്കൂളൊക്കെ അവിടെ ആയിരിക്കും. നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ ലുലുവിൽ വന്ന് മറ്റൊരു കേക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കസിനെയും ഫാമിലിയെയും കൂട്ടി ഒരു ചെറിയൊരു സെലിബ്രേഷനും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കിസൈസിലുള്ള ലൈറ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് അവർ കേക്കാണ് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒന്നുകൂടി കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കസിൻ്റെ മക്കളായ റയയും ഷാനും ഒക്കെ കേക്ക് കട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ അവൾക്കൊരു സ്മോൾ ബേബി കൂടി ഉണ്ട്, ഹിബയുടെ കയ്യിലുള്ള നിലു ബേബി. അൽഹംദുലില്ലാ, അങ്ങനെ ഹാദിമോൻ്റെ 13th ബർത്ത്ഡേ സെലിബ്രേഷനും കഴിഞ്ഞു. വയസ്സ് 13 ആയെങ്കിലും ഞാനിപ്പോഴും അവനെ ഒരു 5 വയസ്സുകാരനെ പോലെയാണ് നോക്കി കാണുന്നത്. എനിക്കവൻ ചെറിയ കുട്ടി തന്നെയാണ്. എല്ലാ അമ്മമാർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. മക്കൾ എത്ര വലുതായി കഴിഞ്ഞാലും അവർ നമുക്കെപ്പോഴും ചെറിയ കുട്ടികൾ തന്നെയാണല്ലേ. ഈ വർഷം സ്കൂളിൽ അവൻ 8th ഗ്രേഡിലേക്കാണ്. പിന്നെ ആൾക്ക് കുറച്ച് പാടാനൊക്കെയുള്ള കഴിവുണ്ട്. ഹാദി ഗൽഫാൻ എന്ന അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൻ ഒരുപാട് കവർ സോങ് ഒക്കെ പാടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ചിക്കൻ പെപ്പർ ചാർക്കോളും നോർമൽ സ്പൈസി ചാർക്കോളും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ചാർക്കോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഫേവറേറ്റാണ്. ഫുഡ് കഴിച്ച ശേഷം പിന്നെ ഞങ്ങൾ നേരത്തെ ലുലുവിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന പിസ്താഷ്യോ കേക്കും കട്ട് ചെയ്തു. അങ്ങനെ ഈ വർഷത്തെ സെലിബ്രേഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പഠിച്ചവൻ നമ്മുടെ മക്കൾക്കൊക്കെ ആരോഗ്യത്തോടെയും ആഫിയത്തോടെയുമുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ